ജയിലിൽ കിടക്കുന്ന CPM-ന്റെ നേതാക്കൾക്കും ഗുണ്ടകൾക്കും ഏത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും പരോള് ഫ്രീ ആണ്. പല കേസുകളിലായി ഇപ്പോൾ TP ചന്ദ്രശേഖർ കേസിലൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ പരോളാണ്. ഇതിപ്പോൾ എന്താണ് സാർ, ഇങ്ങനെ പരോൾ അനുവദിക്കാൻ കഴിയുമോ നിയമപരമായിട്ട്? പരോള് നിയമപരമായി നിർബന്ധിതമായിട്ടുള്ള ശിക്ഷ കാലാവധി പൂർത്തിയാക്കിയ ഒരാൾക്ക് പരോൾ ലഭിക്കുന്നതിന് അപേക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉദാഹരണത്തിന്, ഒരാളുടെ ശിക്ഷാ കാലാവധിക്കും അയാൾ നിർബന്ധിതമായും കിടക്കേണ്ട പീരീഡും കൂടി കണക്കാക്കിയിട്ടാണ് പരോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാലാവധി നിശ്ചയിക്കുന്നത്. അതിൽ പരോൾ ലഭിക്കാൻ അപേക്ഷ സമർപ്പിക്കുന്ന ഒരാൾ നിശ്ചിത മാനദണ്ഡത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വാഭാവികമായും അടിയന്തര സാഹചര്യങ്ങൾ, ചികിത്സാ ആവശ്യങ്ങൾ, അതല്ലെങ്കിൽ കുടുംബപരമായ ആവശ്യങ്ങൾ, മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അടിയന്തരമായി ഒരു ജയിലിൽ വാസം അനുഷ്ഠിക്കുന്ന, ജയിലിൽ കിടക്കുന്ന, ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് പരോളിന് അപേക്ഷിക്കാം. സ്വാഭാവികമായും അങ്ങനെ പരോളിന് അപേക്ഷിച്ചാൽ പോലീസ് റിപ്പോർട്ട് വന്ന് അവരുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ഏതാണോ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണമുണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് വന്ന് അവരുടെ സ്വഭാവം, അവരുടെ സാഹചര്യം, അടിയന്തര സാഹചര്യത്തിൻ്റെ ഗൗരവം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാരാണ് പരോൾ അനുവദിക്കേണ്ടത്. അതിന് ജയിൽ വകുപ്പിൻ്റെ ശുപാർശ പോകണം, അന്വേഷണ റിപ്പോർട്ടുണ്ടാകണം. ഇതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് പരോൾ അനുവദിക്കാനുള്ള ഉത്തരവിറങ്ങുന്നത്. സ്വാഭാവികമായും ചട്ടലംഘനം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ തെറ്റായ വഴികൾ സ്വീകരിച്ചുകൊണ്ട് കൃത്രിമമായ ആവശ്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിർബന്ധിതമായി ശിക്ഷാകാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കുറ്റവാളിയെ സംബന്ധിച്ച്, ജയിലിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് പരോളിന് അപേക്ഷിക്കാനുള്ള നിയമപരമായ അർഹതയുണ്ടെങ്കിലും അത് കൊടുക്കണമോ കൊടുക്കേണ്ടതോ തീരുമാനിക്കേണ്ടത് പോലീസും സർക്കാരുമാണ്, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ സംഭവിക്കുന്നത് ഇതെല്ലാം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആവശ്യം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നു, രോഗവിവരങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നു. അത്യാവശ്യ ഘട്ടങ്ങൾ എന്നുള്ളത് സാഹചര്യങ്ങൾ നോക്കാതെയാണ് അതിനുള്ള അത്യാവശ്യ ഘട്ടം തീരുമാനിക്കപ്പെടുന്നത്. മറ്റൊന്ന്, തങ്ങളുടേതായിട്ടുള്ള ആവശ്യം, വ്യക്തിപരമായ ആവശ്യം അല്ലെങ്കിൽ കുടുംബത്തിലെ ആവശ്യം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റ് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പരിഗണനകൾ വെച്ചുകൊണ്ട് പരോൾ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ചില പ്രതികൾ ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ളത്, അവർ ജയിലിൽ നിന്നിറങ്ങി പരോൾ ലഭിച്ചിറങ്ങി ജയിലിൽ തിരിച്ചു കയറുന്നതിന് മുൻപുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനോ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി മാറാനോ ആ തരത്തിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങുന്ന ആളുകൾ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നു, വലിയ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവർ വന്ന് മറ്റാളുകളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പരസ്യമായി വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവം നമുക്കെല്ലാം അറിയുന്നതാണ്. പരോളിൽ ഇറങ്ങിയ പ്രതികൾ വീട്ടിൽ ചെന്ന ആളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും പരോളിൽ ഇറങ്ങിയ ആളെ സംബന്ധിച്ച് ആ നിമിഷം അയാളുടെ പരോൾ റദ്ദ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടതാണ്. ഇത് രാഷ്ട്രീയപരമായ സ്വാധീനത്തിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ശ്രീ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികൾ എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നിയമപരമായി ഏത് അപേക്ഷ നൽകാനുമുള്ള ദിവസം എത്തുമ്പോൾ തന്നെ കൃത്രിമമായ ആവശ്യം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് പരോളിൽ ഇറങ്ങാനുള്ള കാരണം സൃഷ്ടിക്കപ്പെടുന്നത് യഥാർത്ഥ കാരണമല്ല എന്നുള്ളതാണ്, അർഹതപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. അതിനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ഭരണസ്വാധീനമുണ്ട്. രാഷ്ട്രീയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണസ്വാധീനത്തിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരോൾ അനുവദിക്കപ്പെടുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മറ്റ് കേസുകളിലെ പ്രതികൾക്ക് എന്തുകൊണ്ട് പരോൾ കൃത്യമായി ലഭിക്കുന്നില്ല? അവർക്ക് അങ്ങനെ അർഹതയുള്ള ആളുകൾക്ക് പോലും പരോൾ ലഭിക്കുന്നില്ല. എത്രയോ വർഷങ്ങൾ അടുപ്പിച്ച് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾ വരെയുണ്ട്. പരോളിന് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ, ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ 5, 6, 7, 8 കൊല്ലം കഴിഞ്ഞാലും അവർക്ക് ഒരു പരോൾ പോലും ലഭിക്കാത്ത ആളുകൾ ഇപ്പോഴും ജയിലുകളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കിടക്കുമ്പോഴാണ് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞ ആളുകൾ വീണ്ടും മാസം എന്നുള്ള കണക്കിൽ പരോളിൽ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ സ്വാധീനമാണ്, രാഷ്ട്രീയ നിലപാടുകളാണ്. അപ്പോൾ കുറ്റവാളികൾക്ക് ശിക്ഷക്കനുസരിച്ച് പരോൾ അനുവദിക്കേണ്ട ഘട്ടം എത്തുമ്പോൾ ആവശ്യമെന്ന് പറഞ്ഞാൽ പരോൾ ലഭിക്കാൻ അർഹതപ്പെട്ട സാഹചര്യം ഉണ്ടാകണം. അത് നിയമവ്യവസ്ഥയുണ്ട്, വിവക്ഷയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല പരോൾ അനുവദിക്കപ്പെടുന്നത് എന്നുള്ളത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചില പ്രതികളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അതിലെ പരാതിക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൽ വിക്റ്റിമായിട്ടുള്ള ആളുകൾ അവർ കോടതിയെ സമീപിച്ച് പരോൾ നൽകിയത് തെറ്റായ നടപടിയിലൂടെയാണ്,
എന്നുള്ളത് ബോധ്യപ്പെടുത്തുമ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് പരോൾ നൽകിയത് എന്ന് വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോടതി വലിയ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അടുത്ത കാലത്ത് എത്രയോ ഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ ഒരിക്കൽ കൂടി സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ പോലീസിനോട് എത്രയോ തവണ നിർദ്ദേശം നൽകി. ഇതെല്ലാം വീണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ രാഷ്ട്രീയപരമായ കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അനധികൃതമായി എന്ന് തന്നെ പറയേണ്ടി വരും പരോളുകൾ അനുവദിച്ച് അവർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളുകൾ കുറ്റകൃത്യത്തിൻ്റെ കൂടി ഭാഗമാകുന്നത് ഗൗരവത്തോടു കൂടിയാണ് കോടതി കണ്ടത്. അങ്ങനെയുള്ള ആളുകൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, പൊതുപരിപാടികൾ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുക, നിയമപരമായി തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളും ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം കോടതി നിശിതമായി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വീണ്ടും പരോൾ അനുവദിക്കുക ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ ചായ്വ് എന്നതിനേക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയ വിധേയത്വമാണ്. രാഷ്ട്രീയ വിധേയത്വമാണ് പരോൾ അനുവദിക്കാനുള്ള മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്. പരോളിൻ്റെ യഥാർത്ഥ മാനദണ്ഡങ്ങൾ മാറ്റിവെക്കപ്പെടുന്നു, അത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഈ സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് പരോൾ അനുവദിക്കാമല്ലോ, ആ അനുവദിക്കുന്നത് പലപ്പോഴും ഈ അർഹരായിട്ടുള്ള ആൾക്കാർക്കല്ല എന്നുള്ളതാണ് പ്രധാന വിമർശനം. അത് വിമർശനമല്ല, അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ സംബന്ധിച്ച് അവരുടെ നിശ്ചിത കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പരോളിന് അപേക്ഷിക്കാം. അങ്ങനെ എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? അല്ല സാർ, പക്ഷേ ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവിന് കിട്ടിയ പരോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ച ആളാണ്. അതായത് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. പ്രതിയല്ല, കൺവിക്റ്റഡ് ആണ്, കുറ്റവാളിയാണ്. എന്നിട്ട് 20 വർഷം കഠിന തടവ് എന്ന് പറഞ്ഞിട്ട് 1 മാസം ജയിലിൽ കിടക്കുന്നു, പിന്നെ പരോളിൽ ഇറങ്ങുന്നു. അത് നീട്ടി കൊണ്ടുപോകുന്നു, 1 മാസം പരോളിലാണ്, വെളിയിലാണ്. അതിനുശേഷം വീണ്ടും ജയിലിലെത്തുന്നു, 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെ കോടതിയെ സമീപിച്ചാണ് പരോൾ വാങ്ങുന്നത് എന്നുള്ളതാണ്. അല്ല, അവിടെ അതാണ് നിർബന്ധിത പീരീഡ് കഴിയാതെ ഒരാൾക്കും പരോളിന് അപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ നിർബന്ധിത ശിക്ഷാ കാലാവധിയുടെ പീരീഡ് 1 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഏതാണോ നിർബന്ധിത പീരീഡ് ആ ശിക്ഷയുടെ കുറ്റകൃത്യത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടുള്ളത് അനുസരിച്ച് വരുന്നത് അത് പൂർത്തിയാക്കപ്പെടണം. അത് പൂർത്തിയാക്കപ്പെട്ടാൽ അപേക്ഷിക്കുന്നതിൽ തെറ്റില്ല, അപേക്ഷിക്കാം. അവിടെയാണ് അതിന് പരിഗണനാർഹമായിട്ടുള്ള വിഷയം വരുന്നത്. ഇപ്പോൾ വീട്ടിൽ അസുഖമുള്ള അച്ഛൻ അസുഖമാണ്, അമ്മയ്ക്ക് അസുഖമാണ്, അല്ലെങ്കിൽ തനിക്ക് സ്വയം രോഗബാധിതനാണ്, അതല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു, അങ്ങനെയുള്ള പരോൾ അനുവദിക്കേണ്ട മാനദണ്ഡത്തിൻ്റെ ഇടയിൽ വരുന്ന ആ പരിധിക്കകത്ത് വരുന്ന ആളുകൾക്ക് മാത്രമാണ് പരോൾ അനുവദിക്കാൻ കഴിയുക. ഇവിടെ ആ പരിധി കൃത്രിമമായി അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ രൂപത്തിൽ, അതല്ലെങ്കിൽ വീട്ടിലെ ആവശ്യം എന്നുള്ള രീതിയിൽ കള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, തെറ്റായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വെച്ച് അപേക്ഷിച്ച് പരോളിൽ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ പരോളിൽ എങ്ങനെയാണ് ഇറങ്ങാൻ കഴിയുന്നത്? ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക്, 10, 20, 24 വർഷത്തൊക്കെ ശിക്ഷിക്കപ്പെട്ടുള്ള ആളുകൾക്ക്, ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് എങ്ങനെയാണ് പരോളിൽ ഇറങ്ങി വരാൻ വേണ്ടി കഴിയുന്നത്? അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നു. അവിടെയാണ് 1 മാസം കിടക്കുമ്പോഴത്തേക്കും അടുത്ത മാസത്തേക്ക് പരോളിന് അപേക്ഷിക്കുന്നത്, 2 മാസം കിടക്കുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത പരോളിന് അപേക്ഷിക്കുന്നത്. അപ്പോൾ കൃത്യമായി സമയാസമയങ്ങളിൽ ഇടവേളകൾക്കനുസരിച്ച് പരോളിന് അപേക്ഷിക്കുകയും യാതൊരു പരിശോധന എന്ന് പറഞ്ഞാൽ ഫോർമലാണ്. പരോൾ കൊടുക്കാൻ വേണ്ടിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. പരോളിൽ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടതാണോ എന്നുള്ള പരിശോധനയല്ല നടക്കുന്നത്. പരോൾ കൊടുക്കാൻ എന്ത് പരിശോധന നടത്തണം എന്നാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് നിയമപരമായിട്ട് സാധുത ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഇവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിനൊരു പരിവർത്തനം വരണ്ടേ, ഒരു മാറ്റം വരണ്ടേ നിയമത്തിൽ? അത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ബഹുമാനപ്പെട്ട കോടതി പല ഘട്ടങ്ങളിലും ആ തരത്തിലുള്ള പരോളുകൾ റദ്ദാക്കുകയോ അത്തരത്തിലുള്ള പരോളുകൾ തിരിച്ച് പ്രതിയോട് ജയിലിൽ ഹാജരാവാൻ പറയുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം അത് കോടതിയെപ്പോലും ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കൃത്രിമ രേഖകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ആവശ്യങ്ങളാണ് പരോളിൻ്റെ അടിസ്ഥാന കാരണമായി എടുക്കുന്നത്. അവിടെ പോലീസിനെ സംബന്ധിച്ച് പോലീസ് സ്വാധീനിക്കപ്പെടുന്നു, ഉദ്യോഗസ്ഥന്മാർ സ്വാധീനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഈ ഭീഷണിക്ക് മുൻപിൽ
അധികാര ഭീഷണിക്ക് മുൻപിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങി അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഈ പരോൾ അനുവദിക്കപ്പെടുന്നത്. അങ്ങനെ പരോളിൽ ഇറങ്ങുന്ന ആളുകളുടെ നടപടി എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതും കോടതി പരിഗണിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ തവണ വാർത്താ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്, ഈ പബ്ലിക്കായി വന്നിട്ടുണ്ട് ഈ തരത്തിലുള്ള ആളുകൾ തെറ്റായ നിയമ നടപടികളിൽ ഏർപ്പെടുന്നത്, കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി അവർ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പുറത്തു വന്ന ഒരു വിഷ്വൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, മദ്യപിച്ചുകൊണ്ട് ആളുകളുമായി തർക്കിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന, ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന, പ്രകടനം നടത്തുന്ന, ഉദാഹരണത്തിന് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മുൻ CPM നേതാവിൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ പ്രകടനം നടത്തിപ്പോയവരിൽ ഒരാൾ പരോളിൽ ഇറങ്ങിയ ആളാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ സമൂഹത്തിൽ കുറ്റകൃത്യം നടത്തുന്നതിൻ്റെ ഭാഗമായി പരോളിൽ ഇറങ്ങുന്ന ആളുകൾ കൂടി വന്നു പെടുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇത് മാനദണ്ഡങ്ങളുടെ ലംഘനമാണ്, നിയമപരമായിട്ടുള്ള നടപടികളുടെ ലംഘനമാണ്. പക്ഷേ അതിന് സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ DGP റെക്കമെൻഡ് ചെയ്യാതെ അത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അതിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അതിന് ഒത്താശ ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്രിമമായി പരോൾ നേടുന്നു.